ഹായ് ഓൾ, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജോവിയൽ ട്രാവലർ. എൻ്റെ ഇസ്താൻബുളിൽ നിന്നുള്ള 5ാമത്തെ വീഡിയോ ആണിത്. ഇതാണ് ലാസ്റ്റ് വീഡിയോ. ഇസ്താൻബുൾ ഓൾഡ് സിറ്റിയിലെ ഒരു നൈറ്റ് വാക്കാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇവിടുത്തെ രാത്രി കാഴ്ചകൾ വളരെ രസമുള്ളതാണ് കാണാൻ. നമുക്ക് നടന്നു നോക്കാം. ഇതാണ് ഇസ്താൻബുളിലെ സിർക്കേസി എന്ന് പറയുന്ന സ്ഥലം. ഓൾഡ് സിറ്റിയിലെ സിർക്കേസി എന്ന് പറയുന്ന സ്ഥലം. ഇവിടെയാണ് മേജർ മാർക്കറ്റുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് 10 മിനിറ്റ് നടന്നാൽ നമുക്ക് ബ്ലൂ മോസ്കും ഹാഗിയ സോഫിയയും സുൽത്താൻ അഹമ്മദ് പാർക്കിലും എത്താം. ഇവിടുത്തെ പ്രശസ്തമായ ഒരു ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പാണിത്. നിങ്ങൾ പോവുകയാണെങ്കിൽ, ഇസ്താൻബുളിൽ പോവുകയാണെങ്കിൽ ഈ ഷോപ്പിൽ തീർച്ചയായും പോകണം. ഇവിടെ പ്രത്യേകിച്ചും നമ്മൾ ഇന്ത്യക്കാർക്ക് ഇങ്ങനെ വളരെ വില കുറച്ചാണ് പല സാധനങ്ങൾ ഓഫർ ചെയ്യുന്നത്. ഒരുപാട് സെലക്ഷനുമുണ്ട്. തീർച്ചയായും വിസിറ്റ് ചെയ്യുക. സിർക്കേസിയിലാണ് ഇവിടെ മെയിനായിട്ട് ഹോട്ടലൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഓൾഡ് സിറ്റിയിലെ ഇവിടുന്ന് 10 മിനിറ്റ് നടന്നാൽ നമുക്ക് ബ്ലൂ മോസ്ക് കാണാൻ പറ്റും. ഇതാണ് സുൽത്താൻ അഹമ്മദ് പാർക്കിന് തൊട്ടിട്ടുള്ള സ്ട്രീറ്റ്. സുൽത്താൻ അഹമ്മദ് ട്രാം സ്റ്റേഷനാണിത്. ഇവിടെ നിന്ന് നമുക്ക് ന്യൂ സിറ്റിയിലേക്കുള്ള ട്രാമുകൾ കിട്ടും. ഒരു ടൂർ ഗ്രൂപ്പ് പകൽ മുഴുവൻ നടന്ന് രാത്രിയിൽ ഹോട്ടലിലേക്ക് തിരിച്ചു നടക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടെ കുറേയധികം സ്വീറ്റ് ഷോപ്പുകളും ഫുഡ് റെസ്റ്റോറൻറ്റ്സും നമുക്ക് കാണാം. റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഇവിടെ നല്ല തിരക്കാണ് രാത്രിയായാൽ. ഷവർമ, ചിക്കനും മീറ്റും അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഗൾഫിൽ കിട്ടുന്ന ലെബനീസ് സ്റ്റൈൽ ഷവർമയാണ് വളരെയധികം ഇഷ്ടപ്പെട്ടത്. സ്വീറ്റ്സ് തുർക്കിയിലെ ഇസ്താൻബുളിലെ തന്നെയാണ് നല്ലത് ടേസ്റ്റ്. പൾസർ ഇന്ത്യയുടേതാണോ എന്ന് ഞാൻ അറിയില്ല. (1864) ആരംഭിച്ച റെസ്റ്റോറൻ്റാണിത്. പുള്ളിക്കാരത്തി ഗസ്റ്റുകളെയും വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട്. സ്വീറ്റ് ഷോപ്പ്, ഐസ്ക്രീം ഷോക്കാരൻ ആളുകളെ ആകർഷിക്കാൻ ഐസ്ക്രീം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. വാവ്, ഇതാണ് ബ്ലൂ മോസ്ക്. ബ്ലൂ മോസ്കിൻ്റെ രാത്രിയത്തെ കാഴ്ച അപാരമാണ്. നമുക്ക് എത്ര കണ്ടാലും മതി വരില്ല. ഈ ആർക്കിടെക്ചറൽ മാസ്റ്റർ പീസ്. പ്രാർത്ഥനാ സമയമാണിപ്പോൾ. ബാങ്ക് വിളി നമുക്ക് കേൾക്കാം. വാവ്, എന്ത് രസമാണ് കാണാനല്ലേ. എന്ത് ആർക്കിടെക്ചറാണ്. ഇതിൻ്റെ മിനാരറ്റുകളാണ് കൂടുതൽ ഭംഗി കാണാൻ, പ്രത്യേകിച്ചിട്ടും രാത്രി. ആ ലൈറ്റുകളൊക്കെ ഇങ്ങനെ മുത്തുമണികൾ കൊണ്ട് അലങ്കരിച്ച പോലെ തോന്നും നമുക്ക് രാത്രി കാണുമ്പോൾ. അപാര സൗന്ദര്യമാണ്. ഇത് കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് ദിവസവും ഇവിടെ രാത്രിയിൽ വരുന്നത്. ഇതിൻ്റെ രാത്രി സൗന്ദര്യം അപാരമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. Wow, what a beautiful minaret. വലത്ത് ഭാഗത്തുകൂടിയാണ് എൻട്രൻസ്. ബ്യൂട്ടിഫുൾ. എന്ത് രസത്തിലാണ് അത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ലൈറ്റുകൾ കൊണ്ട്.
ഹാഗിയ സോഫിയ രാത്രി കാഴ്ച. ഇവിടെയൊക്കെ രാത്രിയായാലും ടൂറിസ്റ്റുകളുടെ ഒഴുക്കാണ്. സുൽത്താൻ അഹമ്മദ് പാർക്ക്, ഇവിടെ വന്ന് ബസ് ടൂറിസ്റ്റുകളെ പിക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇവിടെയൊക്കെ രാത്രി നല്ല തിരക്കാണ്. കുറേയധികം റെസ്റ്റോറൻറ്റുകളും ഈ ഏരിയയിൽ രാത്രി കാണാം. പിന്നെ ഇവിടെയൊക്കെ രാത്രി നടക്കുന്നതിന് പേടിക്കാനൊന്നുമില്ല, നല്ല സേഫാണെന്നാണ് ഞാൻ അവിടെ അന്വേഷിച്ചപ്പം ഹോട്ടലിൽ നിന്നൊക്കെ പറഞ്ഞു തന്നത്. ഹാഗിയ സോഫിയയിൽ ഉണ്ടായിരുന്ന മ്യൂസിയം ഇപ്പോൾ ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. വാവ്, ബ്യൂട്ടിഫുൾ വ്യൂ ഓഫ് ബ്ലൂ മോസ്ക് അറ്റ് നൈറ്റ്. ഇവിടെ കുറേയധികം റെസ്റ്റോറൻറ്റുകളും മറ്റ് ഷോപ്സും ഉണ്ട് സുൽത്താൻ അഹമ്മദ് പാർക്കിൻ്റെ സൈഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.